പോൾ മുത്തൂറ്റ് വധക്കേസിന് പിന്നാലെയാണ് ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ കുറിച്ച് കേരളം ആദ്യമായി കേട്ടത്. പിന്നീട് തലസ്ഥാന ജില്ലയെ നിയന്ത്രിക്കുന്ന ഗുണ്ടാ തലവനായി വളർച്ച. ഈ സമീപകാലത്ത് കൊച്ചിയിലെ ലഹരി കേസിൽ പ്രതിയായതോടെയാണ് ഓം പ്രകാശ് എന്ന പേര് വീണ്ടും ഉയർന്നു വന്നത്. കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് കൊക്കൈനാണെന്ന വിവരം പുറത്തുവിട്ടത് പോലീസാണ്. യഥാർത്ഥത്തിൽ എന്താണ് ആ ഹോട്ടലിൽ നിന്ന് അന്ന് കണ്ടെടുത്തത്? പോലീസ് പറയുന്നതിൽ വാസ്തവമുണ്ടോ? ഓം പ്രകാശ് തന്നെ തുറന്നു പറയുകയാണ്. കൊച്ചി ലഹരി കേസിൽ പുറത്തു വന്നത് പോലീസിന്റെ തിരക്കഥയെന്നാണ് ആരോപണം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കൊച്ചിയിലെ ലഹരി കേസ് പോലീസിന്റെ തിരക്കഥയെന്നാണ് ഓം പ്രകാശിന്റെ ആരോപണം. ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് കൊക്കൈനാണെന്ന പരിശോധനാ റിപ്പോർട്ട് വ്യാജമാണ്. തന്റെ റൂമിൽ നിന്ന് പോലീസ് ഒന്നും കണ്ടെടുത്തിട്ടില്ല. കേസിലെ ഒന്നാം പ്രതി ഷിഹാസിന്റെ മുറിയിൽ നിന്നാണ് കവർ പിടിച്ചെടുത്തത്. മദ്യം അവിടെ ഉണ്ടായിരുന്നെന്നറിയാം. ഒരു കവർ പിടിച്ചെടുത്തു എന്നാണ് ഇവരുടെ ഫോൺ സംഭാഷണം എനിക്ക് മനസ്സിലായത്. അത് അപ്പോഴും തന്നെ പിറ്റേ ദിവസം പത്രത്തിൽ കാണുന്നത് അതിനകത്ത് കൊക്കൈനാണെന്നുള്ളത്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് FSL റിപ്പോർട്ട് വന്നെന്ന് പറഞ്ഞു, അതിനകത്ത് കൊക്കൈൻ ഉണ്ടെന്ന് പറയും. ഞാൻ ഈ പറഞ്ഞ കവറും കണ്ടിട്ടില്ല, മദ്യം ഞാൻ അവിടെ ഇരിക്കുന്നതാണ്. ആ കവർ എന്താണെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ അതിനകത്ത് കൊക്കൈനാൻ്റെ അംശമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ ഈ 18 പേരെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. ഇതിന് എൻ്റെ തലയിൽ കൊണ്ടുപോയിക്കണം. ഓം പ്രകാശ് എൻ്റെ റൂമിൽ നിന്ന് ഒരു സാധനവും എടുത്തിട്ടില്ല. പോലീസ് പകവിട്ടലിന്റെ ഇരയാണ് താനെന്നും ഓം പ്രകാശ് പറയുന്നു. തന്നെ ലക്ഷ്യമിട്ടാണ് പോലീസ് ഹോട്ടലിലെത്തിയത്. ചില പോലീസുകാർക്ക് തന്നോട് വിരോധമുണ്ട്. തന്റെ ജാമ്യം റദ്ദാക്കാനുള്ള പോലീസിന്റെ നീക്കമാണ് ഇതെന്നും ഓം പ്രകാശ് ആരോപിക്കുന്നു. അത് എല്ലാ ഫീൽഡിലും അങ്ങനെ ഉണ്ടാവുമല്ലോ. പോലീസിന് ചില ആൾക്കാരുടെ അടുത്ത് വിരോധം ഉണ്ടാവും, ചില ആൾക്കാരുടെ അടുത്ത് സ്നേഹം ഉണ്ടാവും, ചില ആൾക്കാരെ നശിപ്പിക്കണമെന്നൊരു തോന്നലുണ്ടാവും. ഇപ്പോഴെല്ലാം സുരേഷ് ഗോപി സ്റ്റൈലിൽ പഴയ പോലീസ് ബന്ധം ഓം പ്രകാശിന് ഇപ്പം നഷ്ടപ്പെട്ടോ? പോലീസ് ബന്ധങ്ങളൊന്നും എനിക്കില്ലല്ലോ. എന്നെ ഒരു കേസുമായി പിടിക്കുന്ന ഒരു ഓഫീസറോ അല്ലെങ്കിൽ അതിൻ്റെ അവരുമായിട്ട് നിൽക്കുന്ന പോലീസുകാരോ ആ പിടിക്കുന്ന കാലയളവിൽ അല്ലെങ്കിൽ ഞാൻ ആ ഇൻട്രോഗേഷൻ നടക്കുന്ന സമയത്ത് ഇവരുമായിട്ടൊക്കെ കാണും. ഞാൻ നമ്പർ പോലും വാങ്ങിക്കാം. എന്നാൽ പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് അവർക്ക് ഏതെങ്കിലും പോലീസ് ഓഫീസർ നമ്പർ എടുത്താൽ പോലും. കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഉണ്ടായിരുന്നു. എന്നാൽ അവരുമായി താൻ സംസാരിച്ചിരുന്നില്ല. ഹോട്ടൽ മുറിയിൽ ലഹരി പാർട്ടി നടന്നിട്ടില്ല. മദ്യസൽക്കാരം മാത്രമാണ് നടന്നത്. ഒരു ബന്ധവും ഫോൺ കോൾ ഡീറ്റെയിൽ ഇപ്പോൾ പരിശോധിക്കാമല്ലോ. എൻ്റെ ഫോൺ കോളില്ലേ ഇവരെന്തിനാണ് FSL പരിശോധിക്കാമല്ലോ. ഈ പറയുന്ന ആൾക്കാരെ ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് അതിൻ്റെ കോൾ ഡീറ്റെയിൽ എടുത്തിട്ട് ഞാൻ ഇവരാരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ, എനിക്ക് ഇവരോട് അവർക്ക് കൃത്യമായിട്ട് കിട്ടുമല്ലോ. കൊച്ചിയിലെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ തെറ്റാണ്. താൻ 30 കേസുകളിൽ പ്രതിയല്ല. നിലവിൽ 2 കേസിൽ മാത്രമാണ് പ്രതിപ്പട്ടികയിലുള്ളത്. അതാണ് ഏറ്റവും വലിയ കളത്തിന്. 30 കേസ് ഇവർ തെളിയിക്കട്ടെ. എൻ്റെ ലൈഫിൽ 30 കേസ് ഉണ്ടായിട്ടില്ലല്ലോ. ഇതൊക്കെ എൻ്റെ 21 ഇയേഴ്സിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തപ്പോൾ എനിക്ക് എൻ്റെ ഉണ്ടായ കേസുകളുടെ ഡീറ്റെയിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. 2007 ശേഷം എനിക്ക് രാഷ്ട്രീയമല്ലാത്തൊരു കേസുണ്ടായി. അതിനകത്ത് ഞാൻ ശിക്ഷ അനുഭവിച്ച് 4-5 വർഷം ജയിലിൽ കിടന്ന ഒരാളാണ്. എനിക്ക് കഴിഞ്ഞ ഈ 2013 ശേഷം 2024 വരെ ഒരു കേസും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു സംഭവമായിട്ട് പാറ്റൂർ, അതും ഞാൻ ചെന്നൈ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ്. സിനിമാക്കാരുമായി തനിക്ക് ബന്ധമില്ല. CPM-ലെ ചില നേതാക്കളുമായി അടുപ്പമുണ്ട്. താൻ CPM അനുഭാവിയാണെന്നും മുൻ DYFI നേതാവ് കൂടിയായ ഓം പ്രകാശ് വ്യക്തമാക്കി. ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി.